ചങ്ങരംകുളം സാംസ്കാരിക സമിതി ഗ്രന്ഥശാലയിലെ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പുസ്തകം എം ടി വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന നോവലാണ്. ശ്രീ വേണു നിർദ്ദേശിച്ചതുപോലെ ദൈർഘ്യം കുറഞ്ഞ പുസ്തകങ്ങൾ ഇനി മുതലുള്ള ചർച്ചകളിൽ തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനൊരു കാരണം നമ്മുടെ ഈ സംവാദത്തിൽ കൂടുതൽ പങ്കാളിത്തമുണ്ടാകും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ്. ദൈർഘ്യമേറിയ പുസ്തകങ്ങൾ വായിക്കാനും അവയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സംവാദത്തിൽ ഏർപ്പെടാനുമുള്ള അസൗകര്യം ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ് ദൈർഘ്യം കുറഞ്ഞ പുസ്തകങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ശ്രീ കൃഷ്ണൻ നമ്പൂതിരി നിർദ്ദേശിച്ചതുപോലെ ഉള്ളടക്കത്തിൻ്റെ മേന്മയിലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ദൈർഘ്യം കുറഞ്ഞതും എന്നാൽ ഉള്ളടക്കത്തിൽ മികവ് പുലർത്തുന്നതുമായ പുസ്തകങ്ങൾ വരും ആഴ്ചകളിൽ നമ്മൾ ചർച്ചകൾക്ക് വിധേയമാക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായാണ് 85 പേജുകൾ മാത്രമുള്ള മഞ്ഞ് തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു കാരണം. മറ്റൊന്ന്, നമ്മൾ ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ വായനാ സുഖവും ആ കൃതി മലയാളിയുടെ കാൽപ്പനികമായ അവബോധത്തെ എത്രമാത്രം താലോലിച്ചിരുന്നു എന്നും മഞ്ഞ് എന്ന നോവലിൻ്റെ പുനർവായനയിലൂടെ അനുവാചകർക്ക് ബോധ്യമാകും. ഒരു ഭാവഗീതം പോലെ, ഭാവഗാനം പോലെ മനോഹരമാണ് മഞ്ഞ് എന്ന ഈ ലഘു നോവൽ. മലയാളിയുടെ പ്രണയത്തെ, അവൻ്റെ ഭാവനകളെ, അവൻ്റെ സ്വപ്നത്തെ എക്കാലത്തും ഭാസുരമാക്കിയിട്ടുള്ളതാണ്, സ്വപ്ന സന്നിഭമാക്കിയിട്ടുള്ള മനോഹരമായ കൃതിയാണ് മഞ്ഞ്. ഇതിൻ്റെ കാലവും സമയവും ഹിമാലയത്തിൻ്റെ ചെരുവിലെ നൈനിത്താൾ എന്ന മനോഹരമായ താഴ്വരയിലെ ഒരു മധ്യവേനലവധിക്കാലത്തെ വിമല ടീച്ചർ എന്ന ഇതിലെ നായികയുടെ ഭൂതകാലത്തെ ഓർമ്മകളും വർത്തമാനകാലത്തെ ആ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ വർത്തമാനകാലത്തെ മഞ്ഞിലൂടെ എന്നതുപോലെയുള്ള അവ്യക്തമായ കാഴ്ചകളും ശബ്ദങ്ങളും അനുഭവങ്ങളും അതിമനോഹരമായി വാങ്മയ ചിത്രമാക്കുകയാണ് എം ടി വാസുദേവൻ നായർ മഞ്ഞ് എന്ന നോവലിലൂടെ ചെയ്യുന്നത്. മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു തടാകം പോലെ നിശ്ചലമാണ്. അത് പ്രതീകവൽക്കരിക്കുന്നത് വിമല ടീച്ചർ എന്ന 31 വയസ്സുള്ള യുവതിയുടെ മനസ്സിനെയാണ്. ആ മനസ്സിൽ ഓളങ്ങൾ സൃഷ്ടിക്കുന്നത് അവളുടെ പ്രണയത്തിൻ്റെ ഓർമ്മകളാണ്. ആ ഓർമ്മകളെ വിരഹത്തിൻ്റെ വേദനകൾ കൊണ്ട്, വിരഹത്തിൻ്റെ മനസ്സിനെ
ആഘാതമേൽപ്പിക്കുന്ന വിരഹവേദനകൾ കൊണ്ട് അസ്വസ്ഥമാകുന്ന യുവതിയുടെ ഓർമ്മകളും സ്വപ്നങ്ങളുമാണ്. അതുപോലെ ഇതിൽ വിമലയോട് താതാത്മ്യം പ്രാപിക്കുന്ന വേറെയും ചില കഥാപാത്രങ്ങളുണ്ട്. അതിലൊന്ന് ബുദ്ധുവാണ്. മഞ്ഞപ്പല്ലുകളുള്ള, മുഖത്ത് തവിട്ടുപുള്ളികളുള്ള ബുദ്ധു എന്ന കഥാപാത്രം. അയാൾ കാത്തിരിക്കുന്നത് അയാൾക്ക് ജന്മം നൽകിയ, അയാൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അകലങ്ങളിൽ എവിടെയുള്ള തൻ്റെ പിതാവിനെയാണ്. അമ്മ പറഞ്ഞ അറിവ് മാത്രമേ ആ ചെറുപ്പക്കാരന് തൻ്റെ പിതാവിനെക്കുറിച്ചുള്ളൂ. പിന്നീട് ഉള്ളത് ഒരു തോലുറയിൽ നിറം മങ്ങിയ ഒരു ഛായാചിത്രം മാത്രമാണ്. അത് ആ ചെറുപ്പക്കാരൻ തൻ്റെ നെഞ്ചിൽ എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുന്നു. മറ്റൊന്ന് സർദാർജിയാണ്. എപ്പോഴും തമാശ പറയുന്ന, ചിരിക്കുന്ന, ആദ്യ കാഴ്ചയിൽ വികൃതമെന്ന് തോന്നുന്ന മുഖമുള്ള സർദാർജി പക്ഷേ ഈ നോവലിലെ ഒരു മികച്ച കഥാപാത്രമാണ്. അദ്ദേഹം തൻ്റെ കൂട്ടുകാരനെക്കുറിച്ച് ഈ നോവലിൽ ഇടയ്ക്കിടെ പരാമർശിക്കുന്നുണ്ട്. ആ കൂട്ടുകാരൻ മരണമാണ്. അയാൾ ശ്വാസകോശ അർബുദ ബാധിതനായ ഒരു മനുഷ്യനാണ്. 4 മാസമാണ് അയാൾക്ക് അനുവദിച്ചിട്ടുള്ള ആയുസ്. അതും ഒരു ബോണസാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിരിക്കുകയാണ്. ഇങ്ങനെ ബുദ്ധുവും സർദാർജിയും വിമലയും, വിമലയുടെ അനുജത്തി അനിതയും, അനുജൻ ബാബുവും, ഇങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ അസംതൃപ്തരായ, അസ്വസ്ഥരായ, വിരഹവേദന അനുഭവിക്കുന്ന, കാത്തിരിക്കുന്ന കുറച്ച് മനുഷ്യരുടെ ഏകാന്തതകളും വിഹ്വലതയും സ്വപ്നങ്ങളും മഞ്ഞിൻ്റെ പശ്ചാത്തലത്തിൽ, മഞ്ഞ് മൂടിക്കിടക്കുന്ന മനോഹരമായ ഒരു പ്രദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ വരച്ചിടുകയാണ് MT മഞ്ഞ് എന്ന നോവലിൽ. ഈ നോവലിൻ്റെ ഒരു വായന അനുവാചകരെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്ത് എഴുതപ്പെട്ട ഒരു ആഖ്യായികയുടെ വായന പോലെ അതിനെ പുതുമയുള്ളതായുള്ള അനുഭവം മനസ്സിൽ കോറിയിടുന്നു എന്നുള്ളതാണ്. 1950കളാണ് ഈ നോവലിൻ്റെ കാലഘട്ടം. അതിൽ സുധീർ കുമാർ മിശ്ര അയക്കുന്ന കത്തുകളിലും അവിടുത്തെ പാറക്കൂട്ടങ്ങളിലും എഴുതി വച്ചിട്ടുള്ള കാലം 50കളാണ്. ഇത്ര കാലങ്ങൾക്ക് ശേഷവും ഈ നോവൽ പുതിയ ഒരു കാലത്തിലേക്ക് കൂടി സഞ്ചരിക്കുന്നു എന്നുള്ളത് MT എന്ന ആ അതുല്യനായ കഥാകാരൻ്റെ രചനാ പാടവത്തെ വെളിപ്പെടുത്തുന്നതാണ്. അത് അന്യൂനമായി, എന്നും പുതുമയുള്ളതായി, ഒരിക്കലും പഴമയുടെ ജീർണത പേറാതെ നിലനിൽക്കുന്നു എന്നുള്ളത് ഈ കൃതിയുടെ പാരായണത്തെയും ഈ കൃതിയുടെ ആസ്വാദനക്ഷമതയെയും വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ പതിറ്റാണ്ടുകളിലൂടെ സഞ്ചരിച്ച് ഈ കൃതി
നമ്മുടെ കൈകളിലെത്തുമ്പോൾ, വായനക്കാരൻ്റെ കൈകളിലെത്തുമ്പോൾ, ആ പതിറ്റാണ്ടുകളുടെ കാലത്തിൻ്റെ ആ അടരുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പുതിയ കാലത്തിലേക്കും പുതിയ യൗവനത്തിലേക്കും നവയൗവനത്തിലേക്കും നവസ്വപ്നത്തിലേക്കും പ്രണയത്തിൻ്റെ എക്കാലത്തെയും മധുരോദാരമായ അനുഭവങ്ങളിലേക്കും യുവമനസ്സുകളിൽ മഞ്ഞുപോലെ പെയ്യുകയാണ് ഈ നോവൽ. ഒരുപക്ഷെ വിരഹത്തെയും പ്രണയത്തെയും വിമല ടീച്ചറുടെ മനസ്സിലൂടെ അവതരിപ്പിക്കുന്ന ഈ നോവൽ ഒരു സ്ത്രീ മനസ്സിലൂടെ MT എന്ന കഥാകാരൻ്റെ ഒരു ആത്മസഞ്ചാരം കൂടിയാണ്. അവളുടെ ആദ്യത്തെ ശാരീരികമായ അനുഭവം, രതിയുന്മാദത്തിൻ്റെ സ്വപ്ന സമമായ അനുഭവം, അത് ശരീരം അറിയുന്നത്, അത് മനസ്സ് അറിയുന്നത്, അതിൻ്റെ വിവരണം കുറഞ്ഞ വാക്കുകളിൽ, കോറിയിട്ട കുറച്ച് വാക്കുകളിൽ എത്ര മനോഹരമായാണ്, എത്ര അഗാധമായാണ് അത് അനുവാചകരെ അനുഭവിപ്പിക്കുന്നത് എന്നുള്ളത് അത്ഭുതമുളവാക്കുന്നതാണ്. MTയുടെ രചനാ പാടവത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായി മഞ്ഞ് എന്ന നോവലിനെ നമുക്ക് എടുക്കാം. അദ്ദേഹം ഈ നോവലിൽ ഉപയോഗിക്കുന്ന ഓരോരോ വാക്കുകളിലും ഉപമകളിലും വർണ്ണനകളിലും ധ്വനികളിലും ബിംബങ്ങളിലും ഈ നോവൽ ജീവൻ വയ്ക്കുമ്പോൾ ഒരു പ്രദേശം, മലയാളികൾക്ക് അന്യമായ ഒരു പ്രദേശം തങ്ങളുടെ കൂടി ഒരു ഭൂമികയായി മാറുകയാണ്. അപ്പോൾ ചെറിയ ഒരു നോവലിലൂടെ, കുറഞ്ഞ വാക്കുകളിലൂടെ കുറേ ജീവിതങ്ങളെ MT ഇതിൽ വളരെ സമർത്ഥമായി ചിത്രീകരിക്കുന്നു. വിമല ടീച്ചറുടെ അച്ഛനെ അവതരിപ്പിക്കുന്ന രംഗങ്ങളുണ്ട് ഇതിൽ 1-2 അധ്യായങ്ങളിൽ. ആ വ്യക്തിയുടെ, കർക്കശക്കാരനായ ഒരു മനുഷ്യൻ്റെ, എന്നാൽ ആർഭാടങ്ങളിൽ അഭിരമിക്കുന്ന, സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളിൽ അണുവിട പോലും വ്യതിചലിക്കാൻ കൂട്ടാക്കാത്ത, തൻ്റെ ഭാര്യയും മക്കളും തൻ്റെ ആജ്ഞാനുവർത്തികളായി തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് കൃത്യമായി അനുസരണയോടെ ജീവിക്കണമെന്ന് ശഠിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രീകരണം ഇതിൽ MT നിർവഹിക്കുന്നുണ്ട്. ഊൺമേശയുടെ അരികത്തിരിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്ലാസുകൾ ഒന്ന് തുളുമ്പിപ്പോയാൽ, പാത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി ഒരു ചെറിയ ശബ്ദമുണ്ടായാൽ, ഒന്ന് ചുമച്ചാൽ, ചെറിയൊരു അരോചകമായ ഒരു ശബ്ദം പോലും അനുവദിക്കാത്ത ആ കർക്കശക്കാരനായ മനുഷ്യനെ, തൻ്റെ പിതാവിനെ വിമല ടീച്ചർ ഇതിൽ ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ ചെറിയ ഒരു വിവരണത്തിലൂടെ തന്നെ ആ കഥാപാത്രത്തെ MT ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ അനുവാചകർക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ്. അതുപോലെ വിമലയുടെ അമ്മയുടെ ചിത്രീകരണം, അവർ ആവശ്യത്തിൽ കൂടുതൽ മേക്കപ്പ് ഇടുന്ന ഒരു സ്ത്രീയാണ്. അവർ ചുണ്ടിൽ അമിതമായി ചായം തേക്കുന്നു, മുഖത്ത് പൗഡർ അമിതമായി ഉപയോഗിക്കുന്നു, സിൽക്ക് സാരികൾ ആണ് അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ അവർ അണിഞ്ഞൊരുങ്ങി
അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് കാമുകനെ സന്ദർശിക്കാൻ പോകുന്ന വേളകളെ വിമല ടീച്ചർ ഇതിൽ വെറുപ്പോടെ സ്മരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിമലയുടെ വീട് അവളെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥതകളുടെയും വേദനയുടെയും ഒരു കൂടാരമാണ്. അവിടെ ഒരു ദിവസം പ്രതാപിയായിരുന്ന, ആജ്ഞാശക്തിയുണ്ടായിരുന്ന, തൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന വിമലയുടെ അച്ഛൻ ഒരു ദിവസം ഹോട്ടൽ മുറിയിൽ തളർന്നു വീഴുകയാണ്. അദ്ദേഹത്തെ സഹപ്രവർത്തകർ താങ്ങിയെടുത്തു കൊണ്ടുവന്ന് വീട്ടിൽ കിടത്തുന്നു. പിന്നീട് അങ്ങോട്ട് അയാൾ കട്ടിലിൽ ചലിക്കാൻ സാധിക്കാതെ ചലനമറ്റ് നിശ്ചലനായി കിടക്കുകയാണ്. അയാൾക്ക് ശബ്ദം നഷ്ടപ്പെട്ടിരിക്കുന്നു. അയാളുടെ മുഴക്കമുള്ള ശബ്ദം ആ വീടിനെ മുഖരിതമാക്കിയിരുന്നു. അയാളുടെ ഉറച്ച കാലടികൾ ആ വീടിനെ നടുക്കമുളവാക്കിയിരുന്നു. എന്നാൽ അതെല്ലാം നഷ്ടപ്പെട്ട് ശരീരം തളർന്നുപോയി നിശ്ചലനായി കിടക്കുമ്പോഴും അയാളുടെ ശബ്ദം, അയാളുടെ കണ്ണുകളിലെ ക്രോധമായി, രൂക്ഷമായി അവരെ വീക്ഷിക്കുന്ന ആ നോട്ടങ്ങളായി പരിണമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വാഴ്ചയും വീഴ്ചയും ഈ നോവലിൽ കൃത്യമായി പ്രതിപാദിക്കുന്നു. അയാളുടെ ആ പ്രതാപകാലത്തെ ജീവിതവും നിസ്സഹായാവസ്ഥയുടെ ദയനീയമായ പരിതാപകരമായ സ്ഥിതിയും ഈ നോവലിൽ കുറഞ്ഞ വാക്കുകളിൽ, വിവരണങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും ചെറിയ ചെറിയ സൂചനകൾ കൊണ്ട്, ചെറിയ ചെറിയ അടയാളങ്ങൾ കൊണ്ട് വ്യക്തിചിത്രണം പൂർത്തിയാക്കുകയാണ് MT ഈ നോവലിലൂടെ ചെയ്യുന്നത്. ഇതിൻ്റെ പശ്ചാത്തലവും അതിമനോഹരമായ പ്രകൃതി വർണ്ണനയാണ്. പ്രകൃതിയുടെ ഭാവമാറ്റങ്ങൾ, തടാകത്തിൻ്റെ അതിൽ മഞ്ഞു വീണ് കിടക്കുന്നത്, വെയിൽപ്പാളികൾ പ്രതിഫലിക്കുന്നത്, വെയിൽപ്പാളികൾ ആ തടാകത്തിൻ്റെ പ്രതലത്തെ സ്ഫടികസരിതം പോലെ മനോഹരമാക്കുന്നത്, മലമടക്കുകളിലെ അനിർവചനീയമായ കാഴ്ചകൾ. അതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അവിടെ ഒരു റെസിഡൻറ്റ് സ്കൂളിലെ ടീച്ചറാണ് വിമല. 40 കുട്ടികളുടെ ചുമതലയുണ്ടവർക്ക്. അവരുടെ പഠനവും അവരുടെ താമസവും വിമല എന്ന യുവതിയുടെ ചുമതലയാണ്. ഈ നോവലിൻ്റെ ആദ്യ അധ്യായത്തിൽ രശ്മി എന്ന പെൺകുട്ടി മധ്യവേനൽ അവധിക്ക് നാട്ടിൽ പോവുകയാണ്. അതിന് യാത്ര ചോദിക്കാൻ വേണ്ടി അവൾ ടീച്ചർ ജിയുടെ അടുത്തേക്ക് വരുന്നതാണ് ഇതിൻ്റെ ആദ്യ രംഗം. അതിൽ പക്ഷേ അവൾ വീട്ടിലെത്തുകയില്ലെന്നും അവൾ കാമുകനോടൊപ്പം പോവുകയാണെന്നും അവളുടെ ജീവിതത്തിൽ ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു അപൂർവമായ അനുഭവത്തിന് ആ രാത്രി സാക്ഷ്യം വഹിക്കുമെന്നും വിമല തൻ്റെ സ്വാനുഭവത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. അപ്പോൾ രശ്മി എന്ന ആ പെൺകുട്ടിയുടെ മനസ്സിലൂടെയുള്ള, അവളെ കാത്തു നിൽക്കുന്നത് അവളുടെ കാമുകനാണ്. അവനോടൊപ്പമാണ് രശ്മി പോകുന്നത്. അവൾ പറയുന്നത് കള്ളമാണെന്ന് അറിയാമെങ്കിൽ പോലും അതിൽ നിന്നും വിമല അവളെ വിലക്കുന്നില്ല. അവളെ ആ പ്രണയത്തിൻ്റെ ഏറ്റവും മനോഹാരിത ഉള്ള തീരഭൂമിയിലേക്ക്, ശാരീരികാനുഭവങ്ങളിലേക്ക് നിശബ്ദമായി യാത്രയാക്കുകയാണ് വിമല ടീച്ചർ. അപ്പോൾ ഇതിൽ അവർക്ക് മാനസികമായ ഒരു സംഘർഷം ഇതിൽ അവർ അനുഭവിക്കുന്നുണ്ട്. കാരണം അവളുടെ
തൻ്റെ വിദ്യാർത്ഥിയുടെ കാര്യങ്ങളിൽ ഉത്കണ്ഠാകുലയായ ഒരു അധ്യാപികയാണെങ്കിൽ പോലും അവൾ ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു കാമുകി എന്ന നിലയിൽ തൻ്റെ കാമുകനോടൊത്ത് സംഗമിക്കുന്നതിന് വേണ്ടിയുള്ള ആ യാത്രയിൽ അവളെ യാത്രയാക്കുന്ന വിമല തൻ്റെ പൂർവകാല അനുഭവങ്ങളിലേക്ക് രശ്മി എന്ന വിദ്യാർത്ഥിനിയിലൂടെ സഞ്ചരിക്കുകയാണ്. രശ്മിയെ വിലക്കാൻ, രശ്മിയെ തടയാൻ, രശ്മിയെ അവളുടെ കാമുകനോടൊപ്പം, അവളുടെ കമിതാവിനോടൊപ്പം സംഗമിക്കാൻ, ആ സംഗമത്തിലേക്ക് അവളെ നയിക്കുന്ന വികാരങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കാൻ വിമല തയ്യാറാവുന്നില്ല. അതിന് കാരണം വിമല അതേ അനുഭവത്തിലൂടെ, അതേ പാതയിലൂടെ സഞ്ചരിച്ച ഒരു പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ധാർമ്മികമായി രശ്മിയെ തടയാൻ സാധിക്കുന്നില്ല. സുധീർ കുമാർ മിശ്ര എന്ന കാമുകൻ്റെ നീലക്കണ്ണുകളുള്ള, നെറ്റിയിലേക്ക് ചിതറിക്കിടക്കുന്ന മുടിയിഴകളുള്ള, ബലിഷ്ഠകായനായ, വാചാലനായ, സുന്ദരനായ ആ ചെറുപ്പക്കാരൻ്റെ ഓർമ്മകളിലൂടെ വിമല സ്വയം നഷ്ടപ്പെടുകയാണ്. സുധീർ കുമാർ മിശ്രയുടെ പ്രണയവാരിധിയിൽ അവൾ ആമഗ്നയാവുകയാണ്. അവൾ സ്വയം സുധീർ കുമാർ മിശ്രയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുകയാണ്. പിന്നീട് യാത്ര പോലും പറയാതെ സുധീർ കുമാർ മിശ്ര പോകുന്നു. പിന്നീടുള്ള കാത്തിരിപ്പാണ്, 9 വർഷത്തെ നീണ്ട കാത്തിരിപ്പാണ് ഈ നോവലിൻ്റെ പ്രമേയം. 9 വർഷങ്ങളുടെ ആ വിരഹം വിമലയുടെ മനസ്സിൽ കല്ലിച്ചു കിടക്കുന്ന, കനച്ചു കിടക്കുന്ന ഒരനുഭവം അനുവാചകരിലേക്കും പകർന്ന് വരുന്നു എന്നുള്ളതാണ് ഈ നോവലിൻ്റെ വായനയുടെ ഏറ്റവും വലിയ ഒരു ഉപലബ്ധി. ആ വിമലയുടെ വിരഹവും അതുപോലെ തന്നെ അവൾ സുധീർ കുമാർ മിശ്രയുമായിട്ടുള്ള അവളുടെ പ്രണയവും അതിൻ്റെ മനോഹാരിതയോടെ, അതിൻ്റെ കാൽപ്പനിക ഭംഗിയോടെ, അതിൻ്റെ അനിർവചനീയമായ മാനസികവും ശാരീരികവുമായ അനുഭൂതികളിലൂടെ അനുവാചകരിലേക്ക് സഞ്ചരിക്കുന്നു എന്നുള്ളത് വലിയ ഒരു വായനയുടെ നേട്ടമായി, സുഖമായി അനുവാചകർ അറിയുകയാണ്. അതുകൊണ്ടാണ് ഇത് നിശബ്ദതയുടെ ഒരു പ്രണയ സങ്കീർത്തനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നോവൽ ഒരു കവിത പോലെ ചേതോഹരമാകുന്നത്. ഇതിലെ ഓരോ വാക്കുകളും, ഓരോ വരികളും, ഓരോ സന്ദർഭങ്ങളും MT അതീവ സൂക്ഷ്മമായി അവതരിപ്പിച്ചതാണെന്നും ഇതിൽ ഒരു വാക്കുപോലും മുഴച്ചു നിൽക്കുന്നത് തന്നെ വല്ലാതെ അസ്വസ്ഥനാക്കിയിട്ടുണ്ടെന്നും MT പറയുന്നു എന്ന് ഇതിൻ്റെ പഠനത്തിൽ KP ശങ്കരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഏതാണ് ആ വാക്ക് എന്ന് ചോദിച്ചപ്പോൾ ഉരുളക്കിഴങ്ങ് എന്ന വാക്കാണ് എന്ന് MT ഒരു സാഹിത്യ സമ്മേളനത്തിൽ വെച്ച് പറയുകയുണ്ടായി എന്നും KP ശങ്കരൻ ഇതിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഓരോ വാക്കുകളും വരികളും അത്രയും സൂക്ഷ്മമായാണ്, അത്രയും ശ്രദ്ധാപൂർവമായാണ്, ധ്യാന നിമഗ്നമായാണ് MT ചേർത്ത് വെച്ച് നിർമ്മിച്ചതെന്നും ഈ നോവൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് ഇത് അത്രമേൽ മനോഹരമായ ഒരു ഭാവഗീതം പോലെ, ഭാവഗാനം പോലെ മനോഹരമായി തീർന്നത്. മഞ്ഞ് എന്ന നോവൽ എക്കാലത്തും മലയാളിയുടെ പ്രണയിച്ച മലയാളിയുടെ ഒരു ഒസ്യത്താണ്. പുതിയ കാലത്തെയും ഏത് കാലത്തെയും ഇത് പുതുമയോടെ നിൽക്കുന്നത് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള പ്രണയത്തെ, വിരഹത്തെ ഉദ്ദീപിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിക്കാത്തവർ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. 17 വയസ്സിൽ
പ്രണയിക്കാത്തവനും കവിത എഴുതാത്തവനും മനുഷ്യനല്ല എന്ന് എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നു. അപ്പോൾ അതുപോലെ ആ മനുഷ്യൻ്റെ ഏറ്റവും തരളമായ വികാരത്തെ അതിമനോഹരമായി ഭാവതീവ്രമായി അവതരിപ്പിക്കുകയാണ് നോവൽ. അതുകൊണ്ട് ഇത് പ്രണയിനികളുടെ എക്കാലത്തെയും പുസ്തകമാണ്. അത് മഞ്ഞുപോലെ, മഞ്ഞിൻ്റെ ലാവണ്യം പോലെ, മഞ്ഞിൻ്റെ കുളിരല പോലെ അത് മനസ്സിനെ സ്പർശിക്കുകയും ആർദ്രമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ പുസ്തകം എക്കാലത്തും മലയാളി തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പുസ്തകമായി മാറുന്നുണ്ട്. മഞ്ഞിൻ്റെ വായന കൂടുതൽ തലങ്ങളിലേക്ക് പ്രസക്തമാകുന്നത് ഈ നോവലിൽ അതിൻ്റെ രചയിതാവ് ദീക്ഷിച്ച കയ്യടക്കമാണ്. കഥ പറയാനുള്ള വിമലയുടെ മനസ്സിലൂടെ അവളുടെ ഭൂതകാലത്തിൻ്റെ അനുരണനങ്ങൾ അനുവാചക മനസ്സിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ് ഈ നോവലിൻ്റെ ഒരു വലിയ വിജയ ഘടകം. നൈനിത്താൾ എന്ന ആ മനോഹരമായ പ്രദേശത്തെ MT തൻ്റെ നോവലിലേക്ക് ആവാഹിക്കുകയാണ്. പ്രകൃതിയുടെ വിവിധ ഭാവമാറ്റങ്ങളെ വിമലയുടെ മനസ്സുമായി താദാത്മ്യം പ്രാപിപ്പിക്കുന്നു. തെളിഞ്ഞ വെയിലും മഞ്ഞുമൂടിക്കിടക്കുന്ന തടാകങ്ങളും വർണ്ണച്ചായമടിച്ച വിളക്കുകാലുകളും സഞ്ചാരികളെ കാത്തിരിക്കുന്ന തോണിക്കാരും തോണിപ്പാട്ടും കാമുകന്മാരുടെ പാതകളും അവരുടെ സ്വൈരസല്ലാപങ്ങൾക്ക് ഉള്ള സിമന്റ് ബെഞ്ചുകളും, അങ്ങനെ ആ ഒരു പ്രദേശം മുഴുവൻ, ആ ഒരു വിനോദസഞ്ചാര കേന്ദ്രം മുഴുവൻ പ്രണയത്തിൻ്റെ ആലക്തിക ഭംഗി കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. എന്നാൽ അതിൽ തളം കെട്ടി നിൽക്കുന്നത് വിരഹമാണ്, കാത്തിരിപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രണയവും വിരഹവും കാത്തിരിപ്പും സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് MT നിർമ്മിച്ച മനോഹരമായ ഒരു നോവലാണ് മഞ്ഞ്. ഇതിൻ്റെ വായന ഒരനുഭവമാണ്. നിശബ്ദതയിൽ ഏകാന്തതയിൽ മനോഹരമായ ഒരു ഗാനം ശ്രവിക്കുന്നത് പോലെ, സംഗീതം ശ്രവിക്കുന്നത് പോലെ മഞ്ഞ് വായനക്കാരൻ്റെ മനസ്സിൽ നിറയുകയാണ്. അതിൻ്റെ വേദനയും അതിൻ്റെ ചാരുതയും ഒരുപോലെ അവൻ ആസ്വദിക്കുന്നു. വിമലയുടെ അച്ഛൻ മരിച്ച അറിയിപ്പ് വരുന്ന ഒരു രംഗം ഇതിൽ ചിത്രീകരിക്കുന്നുണ്ട്. ലോകമെല്ലാം അടഞ്ഞുപോയതുപോലെയുള്ള ഒരനുഭവം, ആളും ബഹളവുമെല്ലാം നിരർത്ഥകമായി തീരുന്നത് പോലെ. വിമല അവളുടെ കാതുകൾ കൊട്ടിയടച്ചതുപോലെയുള്ള ഒരനുഭവത്തിലൂടെയുള്ള സഞ്ചാരം. അങ്ങനെ അവളുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളെ ആ മനസ്സിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ ഈ നോവലിലൂടെയുള്ള ആ സഞ്ചാരം, വിമലയിലൂടെയുള്ള ആ സഞ്ചാരം അതിമനോഹരമായ ഒരു പാരായണത്തിന് അനുവാചകരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് വലിയൊരു ഘടകമാണ്. ഏതായാലും മഞ്ഞ എന്ന നോവൽ ചർച്ച ചെയ്തുകൊണ്ടല്ല, അതിൻ്റെ ഒരു വായനാനുഭവമാണ്, അതിൻ്റെ ആ അനുഭവമാണ് ഓരോ അനുവാചകരെയും സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 40ഓളം എഡിഷനുകൾ ആ പുസ്തകം പിന്നിട്ട് കഴിഞ്ഞു. കുറേ പതിറ്റാണ്ടുകൾ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ട് കഴിഞ്ഞു. എന്നിട്ടും അത് നവമായി അനുവാചകരുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ MT എന്ന ആ മഹാനായ എഴുത്തുകാരൻ്റെ തൂലികയിൽ നിന്നും പിറന്നു വീണ ഈ ഭാവഗാനത്തെ, ഈ അസുലഭ സുന്ദരമായ ഭാവഗീതത്തെ വായിക്കുന്നതിനും അതിൻ്റെ അനുഭവങ്ങൾ
അതിൻ്റെ സാന്ദ്രമായ അനുഭവങ്ങൾ, ഹൃദയത്തെ സ്പർശിക്കുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും സുഹൃത്തുക്കളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.